ഷീലാസ് ത്രെഡ് ആൻഡ് ടേസ്റ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ രുചികരമായ ഒരു ഉപ്പുമാവ് എളുപ്പം എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണ്. തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവ, ഇതാണ് 1 സവാള, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, അല്പം മല്ലിയില, അല്പം കരിവേപ്പില, 1/2 കപ്പ് തേങ്ങ, അല്പം ഉഴുന്നുപരിപ്പ്, കടുക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇതുകൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. സവാള ചെറുതായിട്ട് കട്ട് ചെയ്യുക. പച്ചമുളക് വട്ടത്തിലരിയുക. കുറച്ച് എണ്ണ ഇടുക. ചേർക്കേണ്ട സാധനങ്ങൾ: 1 കപ്പ് 1 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങ, ഉഴുന്നുപരിപ്പ്, കടുക്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില, ശകല ഇഞ്ചി. ഇതാണ് ഇതിൽ ചേർക്കാനുള്ളത്. കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിനുശേഷം ആവശ്യമായ വെളിച്ചെണ്ണ, വേണമെന്നുള്ളവർക്ക് അല്പം നെയ്യും ചേർക്കാം. അല്പം കടുക് പരിപ്പ്, എണ്ണ ചൂടായതിന് ശേഷം കടുക് പരിപ്പ് ഇടുക. ഉഴുന്നുപരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വെച്ച് സവാള, ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അധികം വഴങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് റവ വറുത്ത റവയാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം, ഇതിലേക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ശകലം ചേർത്ത് കൊടുക്കാം. അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. കറിക്ക് പകരം ടേസ്റ്റായിട്ട് കഴിക്കാൻ സാധിക്കും. ഞാനിവിടെ ഇപ്പം അതൊന്നും ഉപയോഗിക്കുന്നില്ല. എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.
ശരിയായി നന്നായി ഇളക്കി അതിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി എണ്ണ ഇതായി വരണം. കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ, എങ്കിലും അത് ഇതായി വരണം. അതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിട്ടാൽ മതി. ഇനി അല്പം നേരം മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. ഇത് ഉപ്പുമാവ് റെഡിയായി. ഇത് പഴം കൂട്ടിയോ പഞ്ചസാര ഉപയോഗിച്ചോ കറി ആവശ്യമുള്ളവർക്ക് അത് കൂട്ടിയോ എല്ലാം കഴിക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം.